യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിൽ ലഭിക്കാതെ പോകുന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പലപ്പോഴും പരാതി പറയുന്നവരാകാം നമ്മളെല്ലാം. പക്ഷേ മക്കളെന്ന സ്വാതന്ത്ര്യത്തോടെ ഇനിയും പിതാവിനോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ജീവിതത്തിൻ്റെ വഴികളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ പിതാവിൻ്റെ മുൻപിൽ സ്വാതന്ത്ര്യത്തോടെ സമർപ്പിക്കാനാവണം. തിരിച്ചറിവുകളാണ് ആവശ്യം. ദൈവമക്കളാണ് എന്ന തിരിച്ചറിവും എൻ്റെ പിതാവ് സമ്പന്നനാണ് എന്ന തിരിച്ചറിവും. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പിതാവിനോട് ചോദിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, മകനെന്ന മകളെന്ന അവകാശത്തെക്കുറിച്ച് പറഞ്ഞു തരികയാണ് കാരിസ്പോൺ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്ത്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യത്തിലൂടെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റെമി. ഞാൻ അതിരമ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ സൗദിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. IELTS എഴുതി പാസ്സാവുക എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. 2013 ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ ആ വർഷം തൊട്ട് IELTS എഴുതുന്നുണ്ട്. ആദ്യം 3 വട്ടം എഴുതിയിട്ടുണ്ട് ഇതിനു മുമ്പേ. പക്ഷേ വേണ്ടത്ര സ്കോർ കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ ഈ വർഷം സൗദിയിൽ തന്നെ ഒന്നും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് എനിക്ക് ഇൻഡിവിജ്വൽ 7 കിട്ടി പാസ്സാവുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ ബിജിലച്ചനെയൊക്കെ വിളിച്ച് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഫലമായിട്ട് എല്ലാ മൊഡ്യൂൾസിനും ഇൻഡിവിജ്വൽ 7 അതിൽ കൂടുതലും കിട്ടി. എനിക്ക് പാസ്സാകാൻ സാധിച്ചു. എനിക്ക് വിജയം നൽകി അനുഗ്രഹിച്ച എൻ്റെ ദൈവത്തിന് 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്. ഷെമ ഇസ്രായേലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വചനം സ്വീകരിക്കാൻ ഒരു നിമിഷം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മണിക്കൂറിൽ കേൾക്കാൻ പോകുന്ന വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി ആ വചനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ എന്നെ ശക്തിയാക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മേഖലയാണ് തുറന്നു തരാൻ പോകുന്നത്. ഏതൊക്കെ മേഖലകളിൽ അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടോ അതൊക്കെ കർത്താവ് ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് തുറന്നു തരാൻ പോവാം. അതുകൊണ്ട് ആ ഒരു ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, ആ ഒരു സ്നേഹത്തോടെ തമ്പുരാൻ്റെ മുമ്പിലായിരിക്കാം. സ്വർഗം നമുക്ക് വേണ്ടി ഇന്ന് തന്നിരിക്കുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷമാണ്. 1-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. അതിങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഒരു കാര്യം അവസാനിക്കുന്ന ഇങ്ങനെയാണ്. 2 കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് ഈ ഒരു അധികാരമെടുക്കുന്നവർ ദൈവമക്കളായി മാറുന്ന. എല്ലാ അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമകൻ ദൈവമകളായിരിക്കുക എന്നുള്ളതാണ്. എല്ലാ അനുഗ്രഹങ്ങളുടെ അവകാശം നമ്മൾ സ്വന്തമാക്കുന്നത്
നമ്മൾ ദൈവമകനാകുമ്പോൾ ദൈവമകളാകുമ്പോഴാണ്. അതാണ് യേശു ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെ സ്വർഗത്തിലേക്ക് നമ്മൾ ഉയർത്തി ദൈവമകനെന്ന ദൈവമകളെന്ന ദത്തുപുത്ര സ്ഥാനത്തിലേക്കും ദത്തുപുത്രി സ്ഥാനത്തിലേക്കും സ്വർഗം നമ്മൾ ഉയർത്തി. ഇവിടെ വചനം പറയുകയാണ്, ദൈവമക്കളായി മാറുമ്പോൾ ദൈവമക്കളുടെ അവകാശത്തിലേക്കാണ് സ്വർഗം നമ്മൾ ഉയർത്തുന്നത്. നമുക്കറിയാം, മാതാപിതാക്കളുടെ അവകാശമൊക്കെ അല്ലെങ്കിൽ അവരുടെ സമ്പത്തിൻ്റെ ഓഹരിയൊക്കെ മക്കളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലോ ചെയ്യാൻ നമുക്കറിയാൻ പറ്റും. മക്കളതിന് മസിൽ പിടിച്ചും പിടിക്കാതെയൊക്കെ പിടിച്ചു മേടിക്കുന്നവരുണ്ട്, എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, ഒരു അവകാശം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഇവിടെ വചനം പറയുന്നൊരു കാര്യമാണ്, ദൈവമകനെന്ന ദൈവമകളെന്ന അവകാശത്തിലേക്ക് ഒരുവനെ ഉയർത്തുകയാണ്. അപ്പോൾ മകൻ്റെ അവകാശം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൻ്റെ അനുഗ്രഹം മുഴുവനും മകൻ്റെയും കൂടിയാണ്. അപ്പൻ്റെ അവകാശത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഓഹരിയുടെ ഭാഗമായിട്ട് മക്കൾ മാറുകയാണ്. ഇപ്പൊ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും പിന്നിൽ ഒരു പുത്രൻ്റെ പുത്രിയുടെ സ്ഥാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ മകനായി മകളായി മാറ്റപ്പെടുമ്പോഴാണ് അപ്പനെന്ന സ്ഥാനത്ത് ദൈവം നിൽക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്ന മുഴുവനും എനിക്കും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്. ഇനി ഏതൊക്കെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അതൊക്കെ അപ്പൻ്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം ഈശോയുടെ കയ്യിലില്ലാത്ത, ദൈവത്തിൻ്റെ കയ്യിലില്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റില്ല. ഒരു ദൈവം തന്നതല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാനും പോകുന്നില്ല. അപ്പം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ സകലതും അതിൻ്റെ സമ്പൂർണതയിലുണ്ടെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ രോഗസൗഖ്യങ്ങൾ അതിൻ്റെ സമ്പൂർണതയിൽ സ്വന്തമാക്കാൻ പറ്റും. സമ്പത്തിൻ്റെ മേഖലയുള്ള അനുഗ്രഹം അതിൻ്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കാൻ പറ്റും. അനുഗ്രഹത്തിൻ്റെ എല്ലാ തലങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ എനിക്കും നിങ്ങൾക്കും സ്വന്തമാക്കാൻ പറ്റുമെന്ന് ദൈവത്തിൻ്റെ വചനം അടിവരയിട്ട് പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. കാരണം പിതാവ് സമ്പന്നനാണ്, ദൈവം സമ്പന്നനാണ്. അവൻ്റെ സമ്പന്നതയിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ളത് തരുന്നതെന്ന് വചനം പറയുന്നത്. ഇപ്പൊ ദരിദ്രനല്ല നമ്മുടെ ദൈവം, ദരിദ്രനല്ല, പാവപ്പെട്ടവനല്ല. നമ്മുടെ ചോദ്യവും നമ്മുടെ ദൈവസ്ഥനിലുള്ള കൈനീട്ടെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അപ്പൻ ദരിദ്രനാണെന്ന് തോന്നും. ഒരു സമ്പന്നനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ സമ്പന്നതയിൽ നിന്നും തരുവാൻ കഴിവുള്ള, കരുത്തുള്ള, ശക്തിയുള്ള, അധികാരമുള്ള ഒരപ്പൻ്റെ മുമ്പിലാണ് നമ്മൾ കൈനീട്ടുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പം അപ്പൻ്റെ മുമ്പിൽ കൈനീട്ടുമ്പോൾ ഒരൊറ്റ കാര്യം, വേലക്കാരനെ പോലെ കൈനീട്ടരുത്. ഒരു അടിമയെ പോലെയല്ല ഞാനും നിങ്ങളും അപ്പൻ്റെ മുമ്പിൽ കൈനീട്ടുണ്ട്. അപ്പൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ടത് ഒരു മകനെന്ന മകളെന്ന പദവിയോടുകൂടിയ. അതാണ് ഇന്നത്തെ വചനത്തിലൂടെ സ്വർഗം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ, ഈ പദവിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ സ്വർഗത്തിൻ്റെ മുഴുവനും അവകാശങ്ങളുടെ അധികാരിയായിട്ട് ഞാൻ സ്വമേധയെ മാറുകയാണ്. കാരണം എന്താ? എൻ്റെ അപ്പൻ്റെ അധികാരം, അപ്പൻ്റെ അവകാശം എൻ്റെയും കൂടി അവകാശമാണ്. ഉണ്ടോ? അപ്പം ഈ അവകാശത്തിൽ മുഴുവനുണ്ട്. സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, അഭിഷേകമുണ്ട്. എന്തെല്ലാം വേണോ അതിൻ്റെ ഒക്കെ പൂർണ്ണതയിൽ ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കുവിൻ. ഇപ്പൊ ദൈവം നമ്മൾ പൂർണ്ണരായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ സമ്പൂർണതയിലേക്ക്, അവൻ്റെ പൂർണ്ണതയിലേക്ക് വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ദൈവത്തിലെല്ലാം സമ്പന്നതയിലുണ്ട്, അതിൻ്റെ പൂർണ്ണതയിലുണ്ട്. ആ പൂർണ്ണതയിലാണ് നമ്മൾ പങ്കുപറ്റുന്നത്. ആ പൂർണ്ണതയിൽ നിന്ന്, ആ സമ്പന്നതയിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ളത് സ്വർഗം നമുക്ക് തരുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ എന്താണെങ്കിലും അത് ഈ വരുന്ന നിമിഷങ്ങളിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വന്തമാക്കാൻ പോവാം. രണ്ട് കാര്യങ്ങളാണ് അനുഗ്രഹങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഇന്നത്തെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. ഇത് രണ്ടും ഹൃദയത്തിൽ ലവലേശം വിശ്വാസക്കുറവെടുക്കാതെ അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റെടുക്കേണ്ടതാണ്. ഒന്ന്, വചനം പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള അവകാശം നൽകി. ഒരു ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ്, സത്യദൈവത്തിൽ, യേശുവിൽ വിശ്വസിക്കുക എന്നാണ്. അപ്പൊ തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം എന്ന് പറയുമ്പോൾ ഈശോയെ സ്വീകരിക്കുന്നവർക്കെല്ലാം. ഈശോയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ? എല്ലാ ദിവസവും രാവിലെ പ്രഭാതത്തിൽ ഉണർന്ന് ഒരു കടത്ത് കഴിക്കുന്നത് പോലെ, ഒരു ചടങ്ങ് പോലെ,
പല്ലുപോലും തേക്കാതെ ഒരുപക്ഷെ ഓടി വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരും ഈശോയെ സ്വീകരിക്കുന്നവരുണ്ട്. സ്വീകരിക്കുന്നത് ഈശോയാണെങ്കിലും സ്വീകരിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വിശുദ്ധീകരണമില്ലാത്തത് കൊണ്ടാണ് ആ ഈശോ വചനത്തിൽ വാഗ്ദാനം ചെയ്ത ദൈവമകൻ്റെ ദൈവമകളുടെ പദവിയിലേക്ക് പലപ്പോഴും നമ്മൾ ഉണരാത്തതും. അതോടെ നിൽക്കട്ടെ. വചനം പറയുന്നു തന്നെ ഈശോയെ സ്വീകരിക്കുന്നവർക്കെല്ലാം, എല്ലാം എന്നാ പറഞ്ഞിരിക്കുന്നത്, സ്വീകരിക്കുന്നവർക്കെല്ലാം, സ്വജാതീയനായിക്കൊള്ളട്ടെ, വിജാതീയനായിക്കൊള്ളട്ടെ, ഏത് മതത്തിലുള്ളവരായിക്കൊള്ളട്ടെ, യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ദൈവവുമായി ഏറ്റുപറയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ദൈവം മകനാകാൻ, മകളാകാൻ സ്വർഗാവകാശം നൽകുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ജെയിംസ് മഞ്ഞാക്കലച്ചൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനും സൗഖ്യദാതാവുമായി ജീവിതത്തിൽ ഏറ്റെടുത്തപ്പോൾ ഇന്നലകളിൽ ക്യാൻസറുകൾ മാറി, ട്യൂമറുകൾ മാറി, സാമ്പത്തിക ബാധ്യതകൾ മാറി, ആത്മഹത്യയോട് മല്ലടിച്ചുകൊണ്ടിരുന്നവർ അതിന് പുറത്തു വന്നു. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ കിരണം കിട്ടുകയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ. ആ സ്വീകാര്യതയിലേക്കാണ് സ്വർഗം നമ്മളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ടെന്നാ അത് ദൈവമകന്റെ അവകാശത്തിലേക്ക് മാറി, മകളുടെ അവകാശത്തിലേക്ക് മാറി. ദൈവമകന്റെയും മകളുടെ അവകാശിയായതോടുകൂടി അനുഗ്രഹങ്ങളുടെ മുഴുവൻ അവകാശിയായി, അങ്ങനെ സ്വർഗം നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളുടെ അവകാശികളായിട്ട് അവർ മാറി. ഏതു മതത്തിൽ, ഏത് ജാതിയിലൊന്നും സ്വർഗം നോക്കുന്നില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ ഏക രക്ഷകനും നാഥനുമായി ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ യേശുവായിരിക്കുന്ന അവസ്ഥയിൽ ജീവിതത്തിൽ സ്വീകരിക്കുന്നവർക്കെല്ലാം അത്ര എളുപ്പമല്ല. വീണ്ടും അച്ഛൻ ആവർത്തിക്കുക, ഈശോയെ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഈശോയെ സ്വീകരിക്കുമ്പോൾ അവൻ്റെ സ്വഭാവം കൂടിയാണ് സ്വീകരിക്കുന്നത്. അവനായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അവന് സ്ഥാനം നൽകുമ്പോൾ, എൻ്റെ കണ്ണുകൾക്ക് ഞാൻ സ്ഥാനം നൽകുമ്പോൾ, എൻ്റെ ചിന്തകൾക്ക് ഈശോയ്ക്ക് സ്ഥാനം നൽകുമ്പോൾ, എൻ്റെ ശരീരഭാഗങ്ങൾക്ക് ഈശോയ്ക്ക് സ്ഥാനം നൽകുമ്പോൾ സംഭവിക്കുന്ന എന്താ? ഈ വചനം പറയുന്ന പോലെ ഓരോ സന്ധിബന്ധങ്ങളും അവൻ്റെ സ്നേഹത്തിൽ രൂപപ്പെടുകയാണ്. ഈശോയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ എൻ്റെ ജീവിതത്തിൻ്റെ നിലപാടുകളെ മുഴുവനും ക്രിസ്തുവിൻ്റെ നിലപാടുകളാക്കി മാറ്റുക എന്നുള്ളതാണ് ഈശോ സ്വീകരിക്കുക എന്ന് പറയുന്ന അർത്ഥമാക്കുന്നത്. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങളൊക്കെ അപ്പുറമായിട്ട് ഈശോയെ ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ നിലപാടുകൾക്കപ്പുറമായി ഈശോയുടെ നിലപാട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഏറ്റെടുക്കുക. അതാണ് ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ നിലപാടാണ് ഞാൻ സ്വീകരിക്കുന്നത്. അതാണ് അത്ര എളുപ്പമല്ല എന്ന് അച്ഛൻ പറഞ്ഞത്. ഈശോയെ സ്വീകരിച്ച് ഈശോ എടുത്ത നിലപാട് എന്നാ? സഹനത്തിലെടുത്ത നിലപാട്, പ്രലോഭനത്തിൻ്റെ നടുവിലെടുത്ത നിലപാട്, കുരിശിൽ കിടന്ന് 3 ആണികളിൽ രക്തം, അവസാനത്തുള്ള രക്തവും വാഴ്ന്നിറങ്ങുമ്പോഴും തന്നെ ദ്രോഹിച്ചവരെയും തന്നെ മുറിപ്പെടുത്തവർക്കെതിരെ ഈശോ എടുത്ത നിലപാട് എന്നതാ? തന്നെ ഒറ്റയ്ക്കെടുത്തവര്, ഒറ്റപ്പെടുത്തിയവര്, തിരസ്കരിച്ചവര്, മാറ്റി നിർത്തിയവര്, സ്നേഹത്തിൽ നിന്നും സ്നേഹഗണത്തിൽ നിന്നും മാറ്റി നിർത്തിയവര്, ഇവരോടൊക്കെ ഈശോ എടുത്ത നിലപാടെന്താ? ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ, അതുകൊണ്ടാണ് ദൈവമകന്റെ ദൈവമകളുടെ പദവിയിലേക്ക് ഉയരാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലാതായി മാറുന്നത്. കാരണം എന്താ? ഈശോയെ സ്വീകരിക്കണം. ഈശോയെ ദൈവമായി അംഗീകരിച്ച് ദൈവത്തെ ദൈവമായി ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, അവൻ്റെ സമ്പൂർണതയിൽ, അവൻ്റെ സമ്പന്നതയിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അവൻ്റെ സമ്പന്നതയിൽ, അനുഗ്രഹങ്ങളിൽ നമ്മൾ പങ്കുപറ്റുന്നത്. ഇതെങ്ങനെയെന്നറിയാവോ? ഈശോയെ വേണ്ട, ഈശോ തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ വേണം. അങ്ങനെ സ്വന്തമാക്കുന്നത്, ഈശോയെ സ്വന്തമാക്കുന്നവനാണ് സ്വർഗം യേശുക്രിസ്തുവിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നത്. അതിനകത്തെല്ലാം ഉണ്ട്. യേശുക്രിസ്തുവിലൂടെ ഏത് അനുഗ്രഹമാണ് നമുക്ക് കിട്ടാത്തത്? എന്ത് ചോദിച്ചാൽ ലഭിക്കാതെ? ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കാണും, മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് ഈശോ തന്നെയല്ലേ പറഞ്ഞേ? എത്രയധികമായി ആത്മാവിനെ നൽകുമെന്ന് പറഞ്ഞു. ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ് പറഞ്ഞു. ചോദിക്കുന്നതിനേക്കാളും അപ്പുറമായ കാര്യങ്ങൾ ചെയ്തു തരുന്നവനാണ് ക്രിസ്തു. അപ്പൊ ക്രിസ്തു നിന്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അധികാരമെടുത്തു കഴിയുമ്പോൾ സംഭവിക്കാൻ നിന്റെ ഇഷ്ടങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ നിലപാടുകൾക്കൊക്കെ മാറ്റമുണ്ടായി ക്രിസ്തുവിൻ്റെ നിലപാട് നിന്റെ ജീവിതത്തിൽ നീ സ്വന്തമാക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് വചനം ആദ്യം പറയുന്നത്, ക്രിസ്തുവിനെ, ദൈവത്തെ, അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം
അല്പം ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നാലും ക്രിസ്തുവിനെ ഏറ്റെടുക്കാനുള്ള ഒരു ആഗ്രഹം എടുക്കുക. അവൻ തരുന്നത് ഏറ്റെടുക്കുന്നത് രണ്ടാമത് വരുന്ന കാര്യമാണ്. അത് ഇവനെ ക്രിസ്തുവിനെ ഏറ്റെടുക്കുന്നവരോട് കൂടെ വരുന്ന കാര്യങ്ങളാണ്. കർത്താവ് പറഞ്ഞില്ലേ, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതൊക്കെ കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ വിട്ടിട്ട് ഈശോയെ സ്വീകരിക്കാനും ഈശോയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുക. ഒന്ന്. രണ്ടാമത് വചനം പറയുന്നു, അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള അവകാശം നൽകി. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. ഉണ്ടോ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക്. കാരണം സ്വർഗം രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുക്രിസ്തു എന്ന നാമം. മറ്റൊരു നാമം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടില്ല. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. കാരണം സ്വർഗം നൽകിയ ഒരേ ഒരു നാമമേ ഉള്ളൂ. സ്വർഗത്തിൻ്റെ പുത്രനായി ഈ ലോകത്തിലേക്ക് അവതരിച്ച ചരിത്ര പുരുഷനായി ജീവിച്ച് കടന്നുപോയ ഒരൊറ്റ നാമമേ ഉള്ളൂ, യേശു എന്ന നാമം. അതുകൊണ്ടാണ് ഇന്നും ആ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇന്നും അനേകർ യേശുനാമത്തിന് അനുഗ്രഹങ്ങൾ എടുക്കുന്നവരുണ്ട്. കാരിസ്മയിൽ ഓരോ ധ്യാനങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന ഇത്ര കാര്യമുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ക്രിസ്തു രൂപപ്പെടാൻ അനുവദിക്കുക, വേറെ ഒന്നുമില്ല. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും അവൻ്റെ നാമത്തിലുള്ള വിശ്വാസവും അവൻ്റെ നാമത്തിലുള്ള അധികാരവും പിശാചിൻ്റെ മേലും രോഗത്തിൻ്റെ മേലും തകർച്ചകളുടെ മേലും പ്രശ്നങ്ങളുടെ മേലും പ്രതിസന്ധികളുടെ മേലും തടസ്സങ്ങളുടെ മേലും യേശു നാമത്തിൻ്റെ അധികാരം സ്വന്തം ജീവിതം കൊണ്ട് പ്രയോഗിക്കാനുള്ള ഒരാത്മീയ ബലവും കരുത്തുമാണ് ധ്യാനത്തിന് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ആരുടെയും പുറകെ പോകണ്ട, ആരുടെയും പിന്നാലെ പോകണ്ട. സകലതും ജീവിതത്തിൽ ചെയ്തു തീർക്കാനും പൂർത്തിയാക്കാനും കരുത്തുള്ള ഒരു ദൈവം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായാൽ പിന്നെ അവനിലൂടെ അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ സകലതും സ്വന്തമാക്കാൻ ആരംഭിക്കും. ഇതാണ് ധ്യാനത്തിൻ്റെ വിഷയം തന്നെ. വേറെ ഒന്നും ധ്യാന വിഷയമല്ല. നമുക്ക് ധ്യാന വിഷയം ഒന്നേ ഉള്ളൂ, യേശുക്രിസ്തു. വേറെ ഒന്നുമില്ല. അതെവിടെ പോയാലും എങ്ങോട്ട് പോയാലും ധ്യാനത്തിനൊരൊറ്റ വിഷയമേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന വിഷയം. കാരണം അതാണ് സ്വർഗത്തിൻ്റെ വിഷയം. സ്വർഗം ഒറ്റ വിഷയമേ തന്നിട്ടുള്ളൂ, സ്വർഗം ഒറ്റ നാമമേ തന്നിട്ടുള്ളൂ, അത് യേശു ക്രിസ്തു എന്ന നാമം. അപ്പം ഈ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ നാമത്തിലുള്ള അനുഗ്രഹങ്ങളിലും വിശ്വസിക്കണം. അത് വിശ്വസിച്ച് നോക്കിയേ. സൗഖ്യം വേണോ? യേശുനാമത്തിൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് പറഞ്ഞ് ആ നാമം വെച്ച് രോഗമുള്ള മേഖലയിൽ കരം വെച്ച് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിയേ. സ്വർഗ സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിശ്വസിക്കാതെ ആ നാമത്തിൻ്റെ അധികാരം എടുത്ത് സൗഖ്യം ഉറപ്പാണ്. വിടുതൽ വേണോ? സാമ്പത്തിക മേഖല ഇഷ്യൂ ഉണ്ടോ? ഏതെങ്കിലും മേഖലയിലൊക്കെ ബാധ്യതകളോ തടസ്സങ്ങളോ നിൽക്കുന്നുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ആ തടസ്സങ്ങളുടെ മേലും ആ പ്രശ്നങ്ങളുടെ മേലും അധികാരത്തോടെ കരുത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോളുക. ദൈവം അത്ഭുതം ചെയ്യുന്നത് കാണാൻ പറ്റും. ദൈവം അത്ഭുതം ചെയ്യുന്നതിന് കാരണം ഇത്രയേ ഉള്ളൂ, അവനെ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവമകനായി ദൈവമകളായി നീ ഉയർത്തപ്പെട്ടു. പിന്നെ നീ എന്ത് ചോദിച്ചാലും അപ്പം തരും. പ്രൈസ് ദി ലോർഡ്. നീ എന്ത് ചോദിച്ചാലും തരും, തരാതിരിക്കാൻ പറ്റില്ല. കാരണം അപ്പനാ. ഒരപ്പന അങ്ങനെ മക്കളുടെ അടുത്ത് ചോദിച്ചാൽ നിഷേധിക്കാൻ പറ്റും അല്ലേ? വചനം തന്നെ പറയുന്നുണ്ട്, മീൻ ചോദിച്ചാലും അപ്പം ചോദിച്ചാലും തേളിനെയും പാമ്പിനെയും കൊടുക്കുന്ന നിങ്ങൾ, സ്വർഗത്തിലെ പിതാവ് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിനപ്പുറമായിട്ട് തരികയില്ല എന്ന വചനം ചോദിക്കുന്നത്. ഇപ്പൊ ഭൂമിയിലെ പിതാക്കന്മാർ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ എത്രയോ അധികമായി സ്വർഗത്തിലെ പിതാവ് നമുക്ക് ചെയ്യും. കാരണം സ്വന്തം പുത്രനെ പോലും വചനം പറയുന്നു മാറ്റിവെക്കാതെ അവനെ എനിക്കും നിങ്ങൾക്കുമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ ചോദിക്കുന്നില്ലേ? ഉണ്ടോ? സ്വപുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിങ്ങൾക്കും ദാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? പിന്നെ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? സ്വന്തം പുത്രനെ തന്നവന് ബാക്കിയുള്ളതെല്ലാം തരാൻ പറ്റുകയല്ലേ? അതുകൊണ്ട് ദൈവമകൻ്റെ ദൈവമകളുടെ അധികാരത്തിലേക്ക് അവകാശത്തിലേക്ക് നമ്മൾ മാറിക്കഴിയുമ്പോൾ സകല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും. തുടർന്ന് വരുന്ന ആരാധന സമയത്ത് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോ ഇത് അൾത്താരയിലേക്ക് വരികയാണ്. ആ ഈശോ അൾത്താരയിൽ ഇരിക്കേണ്ടവന്, നിന്റെ ഹൃദയത്തിൽ ഇരിക്കേണ്ടവനാ. ഓരോ ദേവാലയത്തിൻ്റെ സക്രാരിൽ ഇരിക്കേണ്ടവനല്ല കർത്താവ്. നിന്റെ ജീവിതത്തിൻ്റെ, നിന്റെ ഹൃദയത്തിൻ്റെ, കുടുംബത്തിൻ്റെ നാഥനായി മാറേണ്ടവനാണ് കർത്താവ്.
എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ നാഥനായി, എൻ്റെ കുടുംബത്തിൻ്റെ നാഥനായി, എൻ്റെ വിശ്വാസത്തിൻ്റെ നാഥനായി, എൻ്റെ വിശുദ്ധിയുടെ നാഥനായി, എൻ്റെ ജീവിതത്തിൻ്റെ നാഥനായി, എൻ്റെ സമ്പത്തിൻ്റെ നാഥനായി, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖല നാഥനായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാ മേഖല അധികാരം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈ ആരാധന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമകൻ്റെ ദൈവമകളുടെ അധികാരത്തിലേക്ക് എന്നെയും വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. ഈശോ വചനത്തിലൂടെ നമുക്ക് തന്ന വാഗ്ദാനം എത്രയോ വലുതാ. ഈശോ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞില്ലേ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള അവകാശം നൽകി. ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരൊറ്റ കാര്യ ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിച്ച്, ഞാനും നിങ്ങൾ അവൻ്റെ മക്കളാണ്. അവൻ തൻ്റെ ശരീരവും രക്തവും വിലയായി കൊടുത്ത് നമ്മളെ ദത്തുപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തിയതാണ്. വചനം തന്നെ പറയുന്നില്ലേ, മക്കളെങ്കിൽ അവകാശികളാണ്. ഈ നിമിഷങ്ങളിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, പിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് പോലെ, അപ്പൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ ഈശോയിലേക്ക് കരങ്ങൾ രണ്ടും ഒന്ന് നീട്ടിപ്പിടിച്ച്, നിന്റെ അവകാശമാണ് നീ ചോദിക്കാൻ പോകുന്നത്. നീ മകനാണ്, നീ മകളാണ് എങ്കിൽ ഈശോ തരുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും അവകാശിയാണ് നീ. എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ആവശ്യമുണ്ട് അതൊക്കെ ചോദിക്കുക, അവകാശത്തോടെ ചോദിക്കുക. അപ്പാ, ഇതെൻ്റെ അവകാശമാണ്, എനിക്ക് താ. രോഗസൗഖ്യം എൻ്റെ അവകാശമാണ്, അതപ്പൻ പറഞ്ഞതാ. അവൻ്റെ രക്തത്താൽ സൗഖ്യമുണ്ടെന്നും. അപ്പം നിന്റെ അവകാശമാണ്, അത് ചോദിക്കുക. സാമ്പത്തിക മേഖലകൾ മുഴുവനും നിന്റെ അവകാശം, നീ ചോദിക്കുക. ഈശോ പറഞ്ഞില്ലേ, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കുന്നു. അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരാണ് അവൻ്റെ മക്കളായി മാറുന്നത്. ആദ്യം ദൈവരാജ്യം അന്വേഷിച്ച് അവൻ്റെ മക്കളെന്ന പദവിയിലേക്ക് നമ്മളിപ്പോൾ ഉയർത്തപ്പെട്ടിരിക്കുക. എങ്കിൽ എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളുടെ അവകാശികളാണ് നമ്മൾ. കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ, എന്തൊക്കെ നിന്റെ ജീവിതത്തിന് നീ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ഇപ്പോൾ ചോദിച്ചോളുക. നിന്റെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ നീ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നിന്റെ അവകാശമായിട്ട് ചോദിക്കുക. ഈശോയെ, എനിക്ക് സൗഖ്യം തരണം. ഈശോയെ, എൻ്റെ കുടുംബത്തിൽ അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കണം. ഒത്തിരി അസ്വസ്ഥതകളുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ഒത്തിരി പരാധീനതകളുണ്ട്, ഒത്തിരി വിഷമസന്ധിയിലൂടെ കടന്നു പോകുന്നത്, ആരോടും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടും വേദനകളിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ഇന്ന് എൻ്റെ കുടുംബം കടന്നു പോകുന്നത്. അതൊക്കെ ഈശോയുടെ അടുത്ത് പറ. എന്നിട്ട് പിടിച്ചു മേടിക്കുക, അവകാശത്തോടെ മേടിക്കുക. ഈശോയെ, അങ്ങ് എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കണം. എൻ്റെ ജീവിത പങ്കാളി കടന്നു പോകുന്ന ഈ പ്രശ്നത്തിലേക്ക് അങ്ങ് ഇപ്പോൾ കടന്നു വരണം. എൻ്റെ മക്കൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജീവിത വഴികളിൽ നിന്നും ഈശോയെ ഇപ്പോൾ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരണം. ഈശോയെ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ പ്രശ്നത്തിലേക്ക് അങ്ങ് ഇപ്പോൾ തന്നെ കടന്നു വരണം. ഈശോയെ, എൻ്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഈശോയെ ഇപ്പോൾ അങ്ങ് പ്രവർത്തിക്കണം. അവകാശത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ നോക്കിക്കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞേ, എന്തെല്ലാം മേഖലകളിൽ ഈശോ നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു അതൊക്കെ നിൻ്റെ അവകാശമായിട്ടൊന്ന് കണ്ടേ. അവകാശമായിട്ട് കണ്ടിട്ടൊന്ന് ചോദിച്ചേ. അവകാശത്തോടെ ചോദിക്കുക. നീ മകനാണെന്നേ, നീ മകളാണെന്നേ എങ്കിൽ കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവകാശിയാണെന്നേ. ആ ബോധത്തോടെ ഒന്ന് ഈശോയോട് ചോദിച്ച, ഈശോയെ, എനിക്കിത് തരണം, എനിക്ക് തരണം. അങ്ങ് തരാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ്, ഈശോ ഈ കാര്യം അങ്ങ് നടത്തി തരണം. ഒത്തിരി തടസ്സങ്ങളുണ്ട് ഈശോയെ, എവിടെ ചെന്ന് തൊട്ടാലും തടസ്സമാണ്, എന്ത് ചെയ്താലും തടസ്സമാണ്, ഒന്നും മുന്നോട്ട് പോകാൻ പറ്റണില്ല. ഈശോയെ, അങ്ങ് എനിക്കിത് ചെയ്ത് തരണം, അങ്ങ് ചെയ്തു തരാം. യാക്കോബ് പറഞ്ഞില്ലേ, കർത്താവെ, അങ്ങനെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിട്ടില്ല. അങ്ങനെ ഒന്ന് പറഞ്ഞേ, ഈശോയെ, അങ്ങ് ഇത് ചെയ്ത് തരാതെ, അങ്ങ് എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരാതെ ഈശോയെ ഞാൻ വിടില്ല, എനിക്കിത് അവകാശമാണ്, എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഈശോയുടെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഏതൊക്കെ മേഖലകളിൽ നിൻ്റെ അവകാശമാണെന്ന് നീ തോന്നുന്നത്, ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും ആഗ്രഹത്തോടെ യാചിച്ച് ചോദിച്ച് മേടിക്കട്ടെ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ്. അതിനു മുമ്പ് ഞങ്ങൾ ദൈവമക്കളെന്ന പദവിയിലേക്ക് അങ്ങ് ഞങ്ങൾ ഉയർത്തിയെന്ന് ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമകനായിട്ട് നിന്നുകൊണ്ടാണ്
ഈശോയെ ഞാൻ ചോദിക്കുന്നത്, ദൈവമകളായിട്ട് നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈശോയെ അങ്ങ് എനിക്കത് നടത്തി തരണം, അങ്ങ് നടത്തി തരുമെന്ന് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈശോയെ ഞാനിപ്പോൾ ചോദിക്കുന്നത്. കർത്താവേ, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. ദൈവമകനെന്ന ദൈവമകളെന്ന പദവിക്കൊത്ത് ജീവിക്കാൻ പറ്റാത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടോ നിഷേധിക്കപ്പെട്ടോ കിടക്കുന്നുണ്ടെങ്കിൽ, ഈശോയെ ഇപ്പോൾ തന്നെ ആ മക്കൾക്ക് വിടുതൽ നൽകണമേ. പാപത്തിൽ കഴിയുന്ന മക്കൾ, അശുദ്ധ ബന്ധങ്ങളിൽ കഴിയുന്നവർ, ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ, ദൈവവചനത്തിന് വില കൊടുക്കാത്ത മക്കൾ, അതിനെ എതിർക്കുന്ന മക്കൾ, ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്തവർ, ദൈവിക കാര്യങ്ങളോട് അലസത കാണിക്കുന്നവർ, ഈശോയെ ഇപ്പോൾ അവിടുത്തെ കരുണ വർഷിക്കണമേ. ദുശീലങ്ങൾക്ക്, മദ്യപാനത്തിന്, ലഹരിക്ക്, അടിമത്തങ്ങൾക്ക് ഒക്കെ കർത്താവെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന മക്കളുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ കർത്താവെ വിടുതൽ നൽകി ദൈവമകൻ്റെ ദൈവമകളുടെ വിശുദ്ധിക്കൊത്ത് ഇവരെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമകനെന്നും ദൈവമകളെന്നുള്ള അധികാരം സ്വന്തമാക്കുന്നതിന് തടസ്സമായി പിശാച് ഒരുക്കിയിരിക്കുന്ന എല്ലാ കെണികളിൽ നിന്നും ഈ മക്കളെ ഇവിടെ കുടുംബങ്ങളെയും ഇപ്പോൾ വിമോചിപ്പിക്കണമേ. യേശുനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ വിടുതൽ നൽകണമേ. മത്തായി 18:18 അധികാരം ഉപയോഗിക്കുന്നു. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടുമെന്നും ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്ന ദൈവവചനത്തിൻ്റെ അധികാരത്തോട് ചേർന്ന് ഇവിടെ കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന ഈ മക്കൾ ദൈവമക്കളാകുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നിന്നിലേക്കും നിൻ്റെ കുടുംബങ്ങളിലേക്കും ഇതാ അനുഗ്രഹമായിട്ടൊഴുകുന്ന സമയം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ